ഇന്ന് നമ്മൾ ഹൈലൈറ്റ് മാളിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഈ തിക്കും തിരക്കും ബഹളമൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഫുഡ് പോലും കഴിക്കാൻ പാടില്ല. കാരണം എല്ലാം ബ്ലേഡാണ്. പുറത്ത് 10 രൂപയ്ക്ക് കിട്ടുന്നത് ഇവിടെ 30 രൂപ കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ ഫുഡുകളും. പിന്നെ ഈ മാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാളുകളും ഓട്ടോസ്റ്റാറ്റ് പോലെയാണ്. ഒരു മാള് പോലും നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു ഡിസൈൻ ചെയ്യുന്നില്ല. പിന്നെ ആകെയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരുടെ മുഖത്ത് നമ്മൾ നോക്കിയാൽ എല്ലാവർക്കും നല്ല പോസിറ്റീവ് എനർജിയാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മാളുകളൊക്കെ വളരെ കുറവല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ മാളിൽ വരുമ്പോൾ ഇത് കാണുമ്പോൾ അവർക്കൊരു അത്ഭുത ലോകമാണ്. പക്ഷെ ഒരു 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ അത്ഭുത ലോകം നമുക്ക് ബോറടി ആയിട്ട് മാറി. ഇത് 1 പ്രാവശ്യം കാണാൻ പറ്റിയെന്ന് മാത്രമല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് നമ്മൾ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്താണ് പിന്നെ ആ ആൾ ഇവിടെ വന്ന് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ എല്ലാം ഒരേപോലത്തെ ഫുഡ്, ഒരേ ടേസ്റ്റ്, ഒന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനില്ല. എല്ലാ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മുടെ നാവ്. ആ നാവിന് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമുക്കിവിടെ എത്ര എക്സ്പീരിയൻസ് ചെയ്താലും നമുക്ക് കാണില്ല. പിന്നെ പോക്കറ്റ് കാര്യമാക്കാമെന്ന് മാത്രം. ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പഴയതൊക്കെ വീണ്ടും ഫ്രീസറിലെടുത്ത് വെച്ച് വീണ്ടും പിറ്റേ ദിവസം ചൂടാക്കി നമുക്ക് തരുമോ എന്നൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് ഇൻസ്പെക്ടർ മറ്റുള്ള ആൾക്കാരൊന്നും കയറാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് വലിയ വിവരമൊന്നുമില്ല. എന്തായാലും ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാശിൻ്റെ ക്ഷാമമില്ല. ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. വെറുതെ ഒന്ന് കാണിക്കാം. കണ്ടത് തന്നെയാണ്, എല്ലാവരും കണ്ടതാവും, അല്ലാത്താവും. ഇനി എന്തായാലും കാണാത്തവർക്ക് ഒന്ന് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തവർക്കൊന്ന് കാണാമല്ലോ. തൃശ്ശൂരിലെ ഹൈലൈറ്റ് മാള്. ഈ മാളുകളുടെ സംസ്കാരം നമുക്ക് തുടങ്ങിയ അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ കീശ ഓട്ടയായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറുകിട കച്ചവടക്കാരൊക്കെ പൂട്ടിപ്പോയി. തൃശ്ശൂർ ഇപ്പോൾ ഒരു ഹൈലൈറ്റ് മാള്, ശോഭ മാള്, നെസ്റ്റോ, അങ്ങനെ ബാക്കി പിന്നെ കുറച്ച് കൂതറ മാളുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മാളുകളുടെ എല്ലാം സ്വഭാവം ഒരേ രീതിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വില കുറവിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുറത്തുള്ളതിനേക്കാളും കുറവിന് കിട്ടാനായിട്ട് യാതൊരു സാഹചര്യം മാളുകാർ ഒരുക്കുന്നില്ല. അതാണ് ഈ മാളുകൾക്ക് കയറി നമ്മൾ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ കാഴ്ചകൾ കണ്ടു പോരാ. അവിടെ നിന്ന് തമ്പുരാനെ കുറിച്ച് ഒരു ചന്ദനത്തിരി പോലും അവിടെ നിന്ന് വാങ്ങരുത്. അതാണ് നമ്മുടെയൊക്കെ അനുഭവം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ചായയും ഒരു പരിപ്പുവടയ്ക്കും 60 രൂപ. അപ്പോൾ ഒരു ചായയ്ക്ക് എന്താ വില? 30 രൂപ. ഒരു പരിപ്പുവടയ്ക്ക് എന്താ വില? 30 രൂപ. 10 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന സാധനം. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലെ സകല സാധനത്തിന് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലത്തെ സകല സാധനങ്ങളുടെയും വില നിലവാരം. ലക്ഷങ്ങൾ കൊടുത്താണ് ഓരോ റൂംസുകളും അവിടെ ഓരോരുത്തർ സ്വന്തമാക്കിയിരിക്കുന്നത്. അവർ കാലത്തോട്ട് 3 ജോലിക്കാരും വെച്ച് AC ഇട്ട് അവർ ഗ്ലാസിൻ്റെ ഉള്ളിൽ രാത്രി വരെ ഇരിക്കുന്നതിന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരാൾ പോലും മാളിൽ ഇപ്പോൾ കടകളിൽ കയറുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു KFC ആഗോള ഭീമനാണ്. പക്ഷേ ഈ ആഗോള ഭീമന് ഇവിടെ നാട്ടിൽ നല്ല മാർക്കറ്റാണ്. ആര് വന്നാലും അവിടെ നിന്ന് പോയി മേടിച്ച് ഇരുന്ന് പൊതിഞ്ഞ് കവറിൽ കൊണ്ടുവന്നിരുന്ന് തിന്നണ കാണാം. ഏറ്റവും വലിയ തട്ടിപ്പാണ് അത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രുചിയില്ല, ഒരു ഗുണമില്ല, ഒന്നുമില്ല. ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ KFC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇല്ലാത്ത കാശ് കൊടുത്ത് ആ സാധനം മേടിച്ച് തിന്നാൻ നിൽക്കണ്ട. വയറ്റിന് കേട് വരും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന KFC വേറെ രാജ്യങ്ങളിൽ കിട്ടുന്ന KFCനേക്കാളും വളരെ വളരെ മോശം. അവിടെയൊക്കെ ഭയങ്കര നല്ല രുചിയിലും ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ യാതൊരു ക്വാളിറ്റിയും ഇവിടെ വെക്കുന്ന സ്റ്റാളുകളിലില്ല. അതെന്താണെന്ന് പറഞ്ഞിട്ടൊരു പിടുത്തമില്ല. പക്ഷെ തിന്നാനായിട്ട് ആൾക്കാർ ഇടിയും കുത്തണം. ഫോണിൽ വന്ന് കണക്കിന് മേടിച്ചുകൊണ്ടിരുന്ന് ഓരോ ടേബിളും വന്നിരുന്ന് തിന്നുന്നുണ്ട്. ശംഭോ മഹാദേവ. പിന്നെ നരകത്തിലെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം അതിൻ്റെ ഇതിനെ ചുട്ട് ഉണക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് മറ്റുള്ള ഫുഡുകളും. ഇതൊക്കെ എണ്ണയിൽ പൊരിച്ച് വെച്ചിരിക്കുന്നു. ഇതിനൊക്കെ വില കേട്ട് കഴിഞ്ഞാലും നമുക്ക്
വയറ് നിറച്ച് എന്തെങ്കിലും തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം പോകും. പുറത്ത് ഇതിൻ്റെ പകുതിക്ക് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതൊക്കെ മേടിച്ച് കഴിക്കാൻ പിള്ളേർ കുട്ടികളൊക്കെ ആയി വന്ന് ഫാമിലികൾ കാശൊന്നും ഒരു പുല്ല് വിലയായിട്ട് വലിച്ചെറിഞ്ഞിട്ടിട്ട് ഇന്നൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദഹനം ശരിയാവില്ല, മറ്റുള്ള പല രോഗങ്ങളും വരും. ഇത്രയും സാധനങ്ങളൊക്കെ രാത്രിയാകുമ്പോൾ ചിലവാകാണ്ടിരുന്ന എന്ത് ചെയ്യും എന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും നാളെ ഇതൊക്കെ ചൂടാക്കി വീണ്ടും ഡിസ്പ്ലേ ചെയ്യുകയാണോ എന്നൊരു സംശയം നമുക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൾ പൂട്ടുന്നവരെ ഒരു ദിവസം നിന്നു. അപ്പോൾ ആ മാൾ പൂട്ടിയിട്ടും നമുക്ക് ഈ സാധനങ്ങളൊക്കെ അതേപോലെ ഡിഷിൽ എണ്ണയിൽ കലങ്ങി കിടക്കുന്നുണ്ടില്ലേ, എന്തോരം എണ്ണയൊക്കെ എടുക്കുന്നത്, എന്തോരം കളർ അവർ ചേർക്കുന്നത്. ഫുഡ് കളറിനത് ഈ കാണണമൊക്കെ ഈ ഫുഡ് കളറൊക്കെ ശരീരത്തിൽ ദിവസമായിട്ട് ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ക്യാൻസർ ഉറപ്പാണ്. നമ്മുടെ കുടലെല്ലാം ഈ കളറായിട്ട് മാറും. അതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഭവിഷ്യത്ത്. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. കണ്ടില്ലേ ഈ കളറൊക്കെ. ഇതൊക്കെ നമ്മളവിടെ ചെന്നപ്പോൾ ശരിക്കും ഈ മാള് പൂട്ടുന്നവർ ഇതൊക്കെ അവിടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇവരിത് എന്ത് ചെയ്യുന്നു? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോരിക്ക് എന്തായാലും കളയില്ല. കുറേ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്, അതും തോരിക്ക് കളയില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ ലുലുവാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിലെ ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്നത്. നമുക്ക് വല്ലതും മുകളിൽ പോയി തിന്നണമെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും മുകളിലില്ല. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് മേടിക്കണം, ഇവിടുന്ന് വെള്ളം മേടിക്കണം, ഇവിടുന്ന് പ്ലേറ്റ് മേടിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് 4 നില 5 നില കയറി നമ്മൾ മുകളിൽ 3 നില കയറി അതിൻ്റെ മുകളിൽ കയറി ഇരിക്കണം, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇവിടുന്ന് വാങ്ങിക്കുക അല്ലാണ്ട് വേറെ ഒരിടത്തും കിട്ടില്ല. അത് ബിസിനസ് തന്ത്രമാണ്. യൂസഫ് അലി സാറിൻ്റെ ബിസിനസ് തന്ത്രമാണ്. നമ്മളവിടെ വിൽക്കുന്ന സാധനങ്ങളൊന്നും ഫുഡ് കോർട്ടിലുണ്ടാവില്ല. അപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ സ്ഥിതി കണ്ടില്ലേ? ഇതിൻ്റെയൊക്കെ സ്ഥിതി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ഓരോ സൈസ് കളറുകൾ ചേർത്ത് ഓരോ ഫേവറിൽ നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടല്ല ഇതൊന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട് നമ്മൾ ആകർഷിച്ച് കുട്ടികളും കൂടെയുള്ളവരൊക്കെ അത് കണ്ട് അതുകൊണ്ട് വാങ്ങണം. ഭീമമായുള്ള തുകയാണ് അതുമല്ലൊക്കെ എഴുതി വെച്ച് നോക്കണത്. ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ കഴിയാന്നുള്ള നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ തിന്നണവർ കാണുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടും. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എ സിയും വെച്ചിട്ട് ആ ഫ്രൂട്ട്സൊക്കെ അതേ എത്ര ദിവസമായിട്ട് ഇരിക്കുന്നതാണെന്നറിയാം. ആ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ ചീഞ്ഞ് പോകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാളിനേലും വലിയ സ്റ്റോറേജാണ് അവർക്കുള്ളത്. അവിടെ കൊണ്ടുവന്ന് കുന്ന് കൂട്ടിയിട്ട് വെക്കുക. വില കുറയുമ്പോഴും നമുക്ക് വില കൂട്ടി തരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപ്പട സ്റ്റാളാണത്. 30 രൂപയുണ്ട് ഒരു പരിപ്പടയ്ക്ക്. അതും വട്ടം വളരെ കുറവ്, എണ്ണയിൽ മുരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊന്നും നിങ്ങളൊരു സാധനം വാങ്ങിച്ച് കഴിക്കരുത്. അതിന് മുമ്പിൽ ചെറുകട ഹോട്ടലുകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല പരിപ്പുവടയും കിട്ടും, ഇതിനേക്കാളും നല്ല ചായയും കിട്ടും. കൂടി വന്ന ഒരു 14 രൂപ ചായക്ക്, ഒരു 12 രൂപ കടിക്ക്. പിന്നെ ഇവിടെ നിന്നൊക്കെ ചോറ് മേടിച്ച് കഴിക്കുന്നവരുണ്ട്. ആ ഇലയ്ക്ക് പകരം ഒരു കടലാസാണ് അവിടെ വെച്ച് കൊടുത്ത് നോക്കുന്നത്. ആ കടലാസ് തന്നെ വിഷമാണ്. കളറ് കയറ്റിയിട്ടുള്ളൊരു കടലാസാണ്, വാഴയില ടൈപ്പിലുണ്ടാക്കണത്. അത് കുറച്ച് നേരം ചോറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കടലാസിൻ്റെ വിഷം കൂടി ചോറിൽ ചേരും. ഇതൊന്നും നോക്കാണ്ട ആൾക്കാർ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് മാളിൽ വരാം, ഇവിടെയൊക്കെ കയറി നടന്ന് കാണാം. നിങ്ങളൊരു ബ്രാൻഡഡ് കടകളിലും കയറരുത്, ഇവിടുന്ന് ഒരു സാധനം വാങ്ങരുത്, ഇവിടുന്ന് പച്ച വെള്ളം പോലും നിങ്ങൾ കുടിക്കരുത്, ഇതിൻ്റെ ഉള്ളിൽ സിനിമയും കാണരുത്. എല്ലാം നമ്മുടെ കീശ ഓട്ടയാക്കുന്ന പരിപാടിയാണ്. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം എ സിയിലെ കുളിർമേൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് കുറേ ആൾക്കാരെയൊക്കെ ഒന്ന് ഒബ്സർവേഷൻ ചെയ്യുക. അവരൊക്കെ തിന്നണ തീറ്റയും അവരൊക്കെ തടിയും വയറും ഓരോന്ന് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് അങ്ങോട്ട് വയറ്റിലേക്ക് അങ്ങോട്ട് ഇതുപോലെ ഒരു എത്ര പ്രാവശ്യമാണ് ഇവർ തിന്നണമെന്ന് ഒരു പിടുത്തമില്ല. അവിടെയുള്ള സകല സാധനങ്ങളും ഒരു മേടിച്ചു കൊണ്ടുവന്ന് തിന്നുന്നുണ്ട്. ടേബിളിൽ ഫുള്ളായിട്ട് തീറ്റ സാധനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഈ ഇവിടെ മാളിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ വയറ്റിലിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്കൊരു വാഗ്ദാനമാണ്. അത്ര കഷ്ടമാണ് ഇവിടുത്തെ ഫുഡുകൾ. അപ്പോൾ സാധാരണ ഹോട്ടലിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തൊട്ട് വൈകുന്നേരം കഴിയുമ്പോഴേക്കും അവർ വെക്കുന്ന സാധനങ്ങൾ കഴിയും. അവർ പിറ്റേ ദിവസം മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ച് വെക്കാനാണ് അവരുടെ പൈസയുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വലിയ വലിയ മാളുകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല സ്ഥിതി.
അവരിഷ്ടം പോലെ കൊണ്ടുവന്ന് സ്റ്റോറേജ് ചെയ്തിരിക്കുക. ഇവിടെയുള്ള സാധനങ്ങൾ, ഈ മസാല പുരട്ടിയുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലയിൽ നിന്ന് അതൊക്കെ എടുത്ത് കഴുകി കളഞ്ഞ് വീണ്ടും അവർ പിറ്റേ ദിവസം മസാലയും കിസാലയും കുറേ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഇതിനേക്കാളും ഭംഗിയിൽ കളറിലൂടെ വയ്ക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു രുചി വരാത്തത്. ഇതെല്ലാം ഫോട്ടോസ്റ്റാറ്റാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക രുചിക്കും വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആരും ഇവിടെ വരരുത്. നിങ്ങളിവിടെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് കഴിക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഷുഗറും കൊളസ്ട്രോളും അതുപോലെ തന്നെ ഈ ക്യാൻസറും ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ പാവം തോന്നും. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അവർ ഈ വണ്ടി ഉന്തി അവർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടയിൽ കൂടെ ക്ലീൻ ചെയ്ത് അവരിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു വളരെയധികം വിഷമം തോന്നും. അവർ ആരും ശ്രദ്ധിക്കുന്നില്ല അവരെ ജോലിയിൽ മുഴുകി ഒരു ഇതുമില്ലാത്ത രീതിയിൽ അവർ വളരെ കഷ്ടപ്പാടിൻ്റെ ഒരു വലിയൊരു പര്യായമാണ് അവർ, ആ ക്ലീനിങ് സ്റ്റാഫ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. മാളുകളിൽ കിട്ടുമ്പോൾ വന്നതിന് ശേഷം ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണക്കാർ വന്നു കഴിഞ്ഞാലും പൈസക്കാർ വന്നു കഴിഞ്ഞാലും ഇവരൊക്കെ പിടിച്ച് പിഴിഞ്ഞിട്ടാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്, ഈ മാളുകാർ. ഇപ്പോൾ നമ്മൾ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു 1-2 ആൾക്കാരുണ്ട് ക്യാൻവാസ് ചെയ്യാൻ വന്ന് നോക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുന്നംകുളത്ത് ഇതേപോലത്തെ ഒരു മാള് പണിയുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ വലിയൊരു പൈസയും കൊണ്ടാണ് നടക്കണമെന്നുള്ളത്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞതോടുകൂടിയിട്ട് അവരെ പിന്നെ പോയ വഴി കണ്ടില്ല. അപ്പോൾ മാളുകൾ ഇനി മുളച്ചു പോകാതിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പല ആൾക്കാരെയും ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ നമ്മുടെ ചായക്കട പോലെ മാളുകൾ തുടങ്ങാനാണ് ഇപ്പോൾ ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കടകൾ തുടങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരായല്ലോ. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കിന് ഒരു സ്റ്റാളിന് ഒരു മാസത്തെ വാടക, കറണ്ട് കാശ് വേറെ, ജോലിക്കാർക്ക് കാശ് വേറെ, ഇതൊക്കെ ഉണ്ടാക്കണ്ടേ? ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണക്കാരായാലും കുഴപ്പമില്ല, കാശാരും വേണ്ടില്ല, പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ കണ്ട ഈ കുട്ടികളെ കളിക്കുന്ന ഒരു മെഷീനാണത്. അവർക്ക് അവിടെ കുട്ടികളാരും ഇല്ലെങ്കിൽ തന്നെ അവരത് വെറുതെ അവിടെ തുടച്ച് അത് മിനുക്കി അവിടെ ഇരിക്കണം. അല്ലാണ്ട് അവർക്ക് വേറെ വെറുതെ ഇരിക്കാനായിട്ട് യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ ബുദ്ധിമുട്ടുമുണ്ട്, അതുപോലെ തന്നെ ശമ്പളം കുറവാണ്. വലിയ ശമ്പളത്തിലൊന്നല്ല ഇവരൊക്കെ നിർത്തുന്നത്. പക്ഷേ വീടിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഈ കുട്ടിലൂരടുത്തുള്ള ഓരോ ഭാഗത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. ആ ജോലി കിട്ടിയിട്ടും കാര്യമില്ല. കണ്ടില്ല, ഇതുപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ്. കാലത്തോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ തുടച്ചോടെ തന്നെ തുടച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് കുറേ ബംഗാളികൾക്ക് ഇവിടെ ജോലിയുണ്ട്, അത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വലിയ ഉപകാരമൊന്നുമില്ല. അവർ കിട്ടുന്ന കാശൊക്കെ ബംഗാളിലേക്ക് കൊണ്ടുപോകുള്ളൂ. മലയാളികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ കുറവ് മാത്രമേ ജോലി ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാളുകളിലെ സ്ഥിതി. അപ്പോൾ നമ്മൾ ഈ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാളുകളിൽ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ കടകളൊക്കെ നല്ല ഒരു വില കുറവിലൊക്കെ വിൽക്കാനുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം ഈ കടകളിലൊക്കെ കയറി എന്തെങ്കിലും കഴിക്കുക. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കാമുകന്മാരൊക്കെ വരുമ്പോൾ അവിടെ കയറി നിന്ന് നല്ല വെട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരാണ്, യൂത്താണ് ഇപ്പോൾ മാളുകളെ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് അവരാണ്. കാലത്തൊട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് സ്പെൻഡ് ചെയ്യും, ഓരോന്ന് മേടിച്ച് കഴിക്കും, അതവിടെ ഇരിക്കും, പിന്നെയും മേടിച്ച് കഴിക്കും, വീണ്ടും അവിടെ ഇരിക്കും. അപ്പോൾ ഇവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഇവരൊന്നും ചിന്തിക്കുന്നില്ല. ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊക്കക്കോളയൊക്കെ മേടിച്ച് അച്ഛനമ്മമാർ കൊടുക്കണമാണുമ്പോൾ ആ ക്രാങ്ങളത് വിഷമാണ് കുടിക്കണമെന്നുള്ള അറിയാണ്ട്, അതുപോലെ തന്നെ എണ്ണയിലൊക്കെ ഉണ്ടാക്കിയ പല പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡുകളൊക്കെ മേടിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിച്ച് പോകും. ഇവർക്കൊന്നും കുട്ടികളുടെ ഭാവിനെയോ കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ലേ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. സ്ഥിരമായിട്ടും ആളുകളിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് പാർസൽ കൊടുക്കുന്ന ആൾക്കാർ ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ മാളുകൾ വരാം, കാണാം, അത്രമാത്രമേ കൊള്ളുള്ളൂ. അവിടെ നിന്ന് ഒരു സാധനം മേടിച്ച് കഴിക്കാനോ എന്തെങ്കിലും ഷർട്ടോ ചുരിദാറോ വേറെ എന്തെങ്കിലും ഡ്രസ്സുകളോ അവിടെ നിന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനോ നിങ്ങളത് ശ്രമിക്കേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളതിനേക്കാൾ ഇരട്ടി വിലയാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ആപ്പുകളുണ്ടല്ലോ ഓൺലൈനിൽ, അതിനൊക്കെ ഇവിടുത്തെ പകുതി വിലയില്ല, അതിലും കുറഞ്ഞ വിലയിൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്തും, കൃത്യസമയത്ത് വീട്ടിലെത്തും. എന്തെങ്കിലും പ്രശ്നങ്ങളോ അപ്പോൾ ഡ്രസ്സിനുണ്ടെങ്കിൽ അത് മാറ്റിയും കിട്ടും. അത്രയും
നല്ല ആപ്പുകളും ആമസോണും ഫ്ലിപ്കാർട്ടിലും പോലെയുള്ള ആപ്പുകളുണ്ട്. അതിലൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇവിടുന്ന് വന്നിട്ട് ബ്രാൻഡഡ് ഡ്രസ്സുകളാണെന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക, ഇവിടുന്ന് ഡ്രസ്സ് മേടിക്കാണ്ടിരിക്കുക, ഇവിടുന്ന് ഒരു ഗ്രഹോപകരണങ്ങളും മേടിക്കാണ്ടിരിക്കുക. അതൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെ ഈ മാളുകൾ വന്നതോട് കൂടിയിട്ടാണ് കുറേ വലിയ വലിയ കാശുകാർ ഇരട്ടി കാശുകാരായിട്ട് മാറുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല വരുമാനമാണ് ഇങ്ങനൊരു മാള് പണിതിട്ടാൽ.